ഓർക്കാപ്പുറത്ത് വന്നൊരു അപകടം, 3 ചെറുപ്പക്കാർക്ക് ദാരുണാന്ത്യമുണ്ടായി. പാലക്കാട്ടാണ് സംഭവം. നിയന്ത്രണം വിട്ട കാർ മരത്തിലടിച്ചാണ് 3 യുവാക്കൾ മരിച്ചത്. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂഷ് എന്നിവർക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. 3 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കാട്ടുപന്നി കുറുകെ ചാടിയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പോലീസിന് അങ്ങനെ ഒരു മൊഴിയും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് ആദ്യം ഒന്ന് പോകാം. ഈ കാറിലുണ്ടായിരുന്നവർ പറഞ്ഞാൽ അവിടെ പന്നി കുറുക്കെ ചാടി, എന്നിട്ട് ഈ മരത്തിൻ്റെ അപ്പുറത്തൊരു കല്ലിൽ കൂടെ വണ്ടി കയറ്റി, നിയന്ത്രണം തെറ്റി വന്ന സ്പീഡിലും തിരിഞ്ഞിട്ട് മരത്തിലിടിച്ച ശേഷം തിരിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കിടന്നാണ്. കൊടുമ്പുഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നോക്കി വരേണ്ട കാറാണ്. ഇടിച്ച് തെറിച്ചിട്ടാണ് തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടയാളങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ടാവും. പുല്ലിൽ കൂടെ വണ്ടി തിരിഞ്ഞു വന്നത്, ബെൽറ്റ് അടിച്ച മാതിരിയാണ് വണ്ടി വന്ന് വീണിരിക്കുന്നത്. പന്നി മറ്റേ പശുവിൻ്റെ ടൈപ്പിലാണ് പന്നി ഉള്ളത്. പല പേർക്കും ഇവിടെ കാല് പോയിട്ടുണ്ട്, പല അപകടങ്ങളും നടന്നിട്ടുണ്ട്. പന്നി ശല്യം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, വീട്ടിലൊരു സാധനം വെച്ചാൽ കിട്ടണില്ല, ഒന്നും വെക്കാണ്ടായി. ഇപ്പം നമ്മളൊക്കെ 3 പേർക്കിൽ ഒരാളാണ് ഇങ്ങനെയാണ് സംഭവം പറഞ്ഞത്. പന്നി ഇടിച്ചാണ് കാര്യം എന്നുള്ളത് പറഞ്ഞത്. പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഷംന, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു പ്രഭാതമായി പോയി. 3 ചെറുപ്പക്കാർ അവർ ജീവിതത്തിൽ സതിൽ ആസ്വദിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ കൊഴിഞ്ഞു പോകേണ്ട വന്ന ദുരന്തമാണ് അവർക്കുണ്ടായത്. പറയൂ വിവരങ്ങൾ. അതുപോലെ ഈ അപകടത്തിൽ പരിക്കേറ്റ മറ്റു 3 പേരുടെ നിലയും എന്താണ്? ഗുഡ് മോർണിംഗ്. അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ പാലക്കാട് ഈ കൊടുമ്പ് ജംഗ്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയായിരുന്നു ഈ അപകടം. ഈ മരിച്ചവരും ഒപ്പം തന്നെ ചികിത്സയിലുള്ളവരും വിദ്യാർത്ഥികളാണ്, അവർ സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ ഇത്തരത്തിൽ അവധി ദിവസങ്ങളിൽ ഒത്തുകൂടാറുള്ളതാണ്. അങ്ങനെ ഇന്നലെ ആ ഒരു ഒത്തുകൂടലിന്റെ ഭാഗമായാണ് എല്ലാവരും ചിറ്റൂരിലെത്തിയത്. ചിറ്റൂരിൽ നിന്നുള്ള മടക്കയാത്രക്കിടയിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത്. ഇവിടെ വെച്ച് തന്നെ ഈ കാട്ടുപന്നി കുറുകെ ചാടി എന്നാണ് ഇപ്പോൾ അവർ ചികിത്സയിലുള്ളവർ തന്നെ പോലീസിന് മൊഴി നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് കാറ് നിയന്ത്രണം വിട്ട് ഈ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും അത്രയും ഒരു ആ അപകടത്തിന്റെ ഭീകരത. അത് മരത്തിൽ വന്ന് ഇടിച്ച് മരത്തിന്റെ ഭാഗം അത് തകർന്നു പോയതും നമുക്ക് കാണാവുന്നതാണ്. അത്രയും വലിയ ഒരു അപകടമായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. അതിനുശേഷം മരത്തിൽ ഇടിച്ചതിന് ശേഷം വീണ്ടും ഈ കാറ് അല്പം മാറി മുമ്പോട്ട് വന്നു. പിന്നീടാണ് ഈ കാറ് തിരിഞ്ഞ് ഈ സമീപത്തുള്ള പാടത്തേക്ക് മറിഞ്ഞു വീഴുന്നത്. ഈ കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ബാക്കിലുണ്ടായിരുന്നവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റുന്നതും അവരാണ് മരിച്ചതും. ആദ്യം തന്നെ ഉടൻ മരിച്ചതും അവരാണ്. രോഹൻ സന്തോഷ്, പാലക്കാട് സ്വദേശികൾ തന്നെയാണ്. രോഹൻ സന്തോഷ്, രോഹൻ രഞ്ജിത്ത്, ഒപ്പം സനൂഷ്, ഈ 3 വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഒപ്പം തന്നെ ഈ കാർ ഓടിച്ചിരുന്ന ആദിത്യൻ, ഋഷി, രഞ്ജിത്ത്, ഇവർക്ക് 3 പേർക്കുമാണ് പരിക്കുകളോടുകൂടി ഇവരാണ് രക്ഷപ്പെട്ടത്. ഇവർക്ക് പരിക്കുകൾ പ്രാഥമിക ഘട്ടത്തിൽ അത്ര ഗുരുതരമല്ല, നിസാര പരിക്കുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാറിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് ആ ഒരു ഭീകരത മനസ്സിലാവും. കാർ പൂർണ്ണമായും ഒരു തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. ഈ മുൻവശത്ത് ഇരുന്നവർ, ഫ്രണ്ട് സീറ്റിൽ ഇരുന്നവർ എയർ ബാഗ് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാറിന്റെ പിറകുവശം പൂർണ്ണമായി തകർന്നു എന്ന് മാത്രമല്ല, അതിന്റെ പിറകുവശത്തെ സീറ്റിലൊക്കെ ചോര പുരണ്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം. ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളാണ് അവർ, വിവിധ കോളേജുകളിലാണ്, പക്ഷെ അവരെന്നും ഒന്നിച്ച് എല്ലാ അവധി ദിവസങ്ങളിലും ഒന്നിച്ച് ചേരുന്നവരാണ്. അങ്ങനെ ഒരു ഒത്തുകൂടലിന്റെ ഭാഗമായാണ് അവർ എത്തിയിരുന്നത്. നമുക്ക് ഈ സമീപവാസികളോട് തന്നെ ചോദിച്ചറിയാം. ഈ സമീപത്തൊക്കെ കാട്ടുപന്നി ശല്യം നിരന്തരമുണ്ട് എന്ന് ഈ നാട്ടുകാർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മുമ്പും ഇതുപോലെ കാട്ടുപന്നി ഇടിച്ച് പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു സംഭവം, ഇത്ര വലിയൊരു അപകടം ആദ്യമായിട്ടാണ്. എന്തായാലും സമീപത്ത് മെമ്പർ കൂടി ഉണ്ട്. മെമ്പർ, എന്താണ് സംഭവിച്ചത്? സമീപത്ത് തന്നെയല്ലേ മെമ്പർ? അതെ, തൊട്ട് തന്നെ താമസിക്കുന്നത്. ഇന്നലെ രാത്രി 10:50 സംഭവിച്ചത്. സൗണ്ട് കേട്ടാണ് ഓടി വരുന്നത്. അപ്പോഴാണ് ഇതിങ്ങനെ കടന്നതിനകത്ത് ജീവൻ പിടയണം. അപ്പോഴാണ് ഉടനെ പോലീസിനെയും ഫയർഫോഴ്സിലേക്ക് വിളിച്ചു. അവരൊക്കെ പെട്ടെന്ന് വന്നു. പിന്നെ നാട്ടുകാരൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. എല്ലാവരും കൂടിയാണ് അവരെ ഹോസ്പിറ്റലിൽ ആംബുലൻസ് കയറ്റി വിട്ടത്. ഈ മേഖല കാട്ടുപന്നി ശല്യം നിരന്തരമുണ്ട്. കാരണം രാത്രികളിൽ 2 വീലർ വരുമ്പോൾ കാട്ടുപന്നി ക്രോസ് ചെയ്യും. ക്രോസ് ആകുമ്പോൾ ശ്രദ്ധിക്കാതെ പല അപകടങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഈ ബെൻഡ് ഒരു പ്രശ്നമാണ്. ഈ ബെൻഡ് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബെൻഡ് ഇത് കാരണം അവിടെ വണ്ടിയിലൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ബെൻഡാണ് ഒരു മെയിൻ പ്രശ്നം. അതാണ് വഴി ഇവർ കൺട്രോൾ വിടാൻ സാധ്യത തോന്നുന്നു. പന്നി ആ തിരിഞ്ഞ ഉടനെ പന്നിയെ കണ്ടു കാണും. കണ്ട് അവർ ചവിട്ടിയപ്പോൾ അവർക്ക് ബാലൻസ് കിട്ടിയില്ല. അത് അങ്ങനെ മരത്തിലിടിച്ചിട്ടാണ്. അപ്പോൾ കൊടുമ്പെന്ന് വന്ന വണ്ടി കൊടുമ്പിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കണം. അപ്പോൾ തിരിഞ്ഞിരിക്കും അവിടെ. അതുകൊണ്ട് ഈ അപകടത്തിന്റെ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ജീവൻ ഉണ്ടായിരുന്നു? അനക്കം ഉണ്ടായിരുന്നു? ജീവൻ 3 പേരുടെ ജീവൻ പെടുന്നതിന് പോയി. ബാക്കിയുള്ളവരുടെ ജീവൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ ആംബുലൻസ് കയറ്റി പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറ്റി.
പറഞ്ഞായിരുന്നോ പന്നിനെ കണ്ടാന്ന് അവരെന്നെ അവർ പറഞ്ഞു പന്നി ചാടിയതാണെന്ന് പറഞ്ഞിരുന്നു. എസ്കേൻ അത് തന്നെയാണ്, പന്നിയെ കണ്ടത് തന്നെയാണെന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഘട്ടത്തിലടക്കം ഈ ബാക്കി ഉണ്ടായിരുന്നവർ പറഞ്ഞിരുന്നു. പക്ഷെ 3 പേർക്ക് ആ ആദ്യഘട്ടത്തിൽ തന്നെ അനക്കം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ സമീപവാസികൾ പറയുന്നത്. എന്തായാലും ഈ സമീപത്തൊക്കെ വീടുകളുണ്ട്. ഉടൻ തന്നെ ഈ നാട്ടുകാർ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു. വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. എന്തായാലും പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നതാണ് ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ അതേസമയം തന്നെ 3 കുട്ടികൾ അവർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അത് 19ഉം 22ഉം 24ഉം ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അവരെ എല്ലാ തവണയും എല്ലാ അവധി ദിവസങ്ങളിലും ഒത്തുകൂടുന്നത് പോലെ ഒരു ഒത്തുകൂടലിന് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി എത്തിയതായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ചേട്ടാ ഇവിടെ തന്നെ ഉള്ള ആളാണ്? ഇവിടെയുള്ള ആളാണ്. കാട്ടുപന്നി സ്ഥിരമുള്ളതാണോ? കാട്ടുപന്നി ഇവിടെ ഉണ്ട്, കാട്ടുപന്നിയുണ്ട്. അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഇല്ല ഇല്ല കേട്ടറിഞ്ഞു. എസ്കേൻ മറ്റൊരു കാര്യം, ഈ രാത്രി ആയതുകൊണ്ട് മറ്റ് വാഹനങ്ങളൊന്നും അധികം റോഡിൽ ഉണ്ടായിരുന്നില്ല. അത് ഈ മറ്റ് അപകടങ്ങൾ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചില്ല. കാരണം ഈ സാധാരണഗതിയിൽ ഈ ഒരു പാത ചിറ്റൂരിൽ നിന്ന് വരുന്ന ഒരു റോഡാണ്. നിരന്തരം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇന്നലെ രാത്രി ഈ ഏകദേശം 11 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് അത്ര തിരക്കൊന്നും റോഡിൽ ഉണ്ടായിരുന്നില്ല. അത് ഒരു തീവ്രത കുറച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിദാരുണമായ ഒരു സംഭവം ആണ് ഇന്നലെ രാത്രി പാലക്കാട് ജില്ലയിൽ ഉണ്ടായത്, ഈ കൊടുമ്പ് ജംഗ്ഷനിൽ ഉണ്ടായത്. ചേട്ടാ ഇവിടെ തന്നെയുള്ള ആളാണോ? ഞാൻ കുറച്ചപ്പുറത്തുള്ള പറഞ്ഞു. എന്തായാലും ഈ സമീപത്ത് ഈ കാട്ടുപന്നി ശല്യം നിരന്തരമുണ്ട് എന്ന് തന്നെ ഈ പ്രദേശവാസികൾ പറയുന്നു. ഇതൊക്കെ മുൻപ് ഇത്തരത്തിലുള്ള വാഹനാപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിരവധി പേർക്ക് ചെറിയ പരിക്കുകളൊക്കെ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അതിദാരുണമായ സംഭവം 3 പേരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ വ്യാപ്തിയിലുള്ള ഒരു അപകടം അത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. എന്തായാലും ചികിത്സയിലുള്ള യുവാക്കൾ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവരുടെ മൊഴിയെടുക്കാനായി പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഈ മരിച്ച 3 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇന്ന് തന്നെ നടക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടാ ഇവിടെയുള്ള ആളാണോ? എങ്ങനെയാണ് ഈ പന്നിശല്യം ഇവിടെ ഉള്ളതാ? പിന്നെ ഈ ടേണിങ് വളവ് വലിയ പ്രശ്നമാണ്. ഈ ടേണി അവിടെ വന്ന് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് അറിയില്ല. പെട്ടെന്ന് കുറുക്ക പട്ടിയോ പന്നിയോ ചെല്ലാം പെട്ടെന്ന് അറിയില്ല. ആ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ വളവ് ടേണി വലിയ വിഷയമാണ്. അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഇല്ല കേട്ടറിഞ്ഞു വന്നതാ, വെളുപ്പിന് അറിഞ്ഞതാ. സ്കാൻ അത് തന്നെയാണ്. ഈ കൊടുമ്പ് മേഖല ചിറ്റൂർ മേഖലയിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു വളവുണ്ട്. ആ വളവ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടും. സാധാരണഗതിയിൽ ആ വളവ് വലിയൊരു പ്രശ്നമാവാറുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മെമ്പറും പ്രദേശവാസികളൊക്കെ നമ്മളോട് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഇന്നലെ ഈ കാട്ടുപന്നി ശല്യം അത് നിരന്തരമുള്ളതാണ്. അത് ഇത്തരം കുറേ പ്രശ്നങ്ങൾ, നിരന്തരമുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും 3 യുവാക്കളുടെ പ്രദേശവാസികളായ പാലക്കാട് സ്വദേശികൾ തന്നെയായ 3 യുവാക്കളുടെ വിദ്യാർത്ഥികളായ യുവാക്കളുടെ ജീവനാണ് ഇന്നലെ പൊലിഞ്ഞത്. എല്ലാ തവണയും എല്ലാ അവധി ദിവസങ്ങളിലും അവർ ഒത്തുകൂടാറുള്ളതാണ്. അവർ വിവിധ കോളേജുകളിലായാണ് ഇപ്പോൾ പഠിക്കുന്നത്. പക്ഷേ അവധി ദിവസങ്ങളിൽ ഒന്നിച്ചുണ്ടാകും. എല്ലാ തവണയും അങ്ങനെ കൂടുന്നതാണ്. ഇന്നലെയും അങ്ങനെ ഒരു ഒത്തുകൂടലിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി എത്തിയതായിരുന്നു. പക്ഷേ ചിറ്റൂരിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാവുകയും 3 പേരും മരിച്ചു എന്നതാണ്. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന ആദിത്യൻ, കോർ സീറ്റിലുണ്ടായിരുന്ന ഋഷി, മറ്റൊന്ന് ജിതിൻ, ഈ 3 പേരുമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല, ചെറിയ നിസാര പരിക്കുകളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ഇനി ഉടൻ പോലീസ് മറ്റ് നടപടികളിലേക്ക്, അതായത് മൊഴിയെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമിക വിവരമനുസരിച്ച് കാട്ടുപന്നി കുറുകെ ചാടിയത് തന്നെയാണ്. അതേ തുടർന്നാണ് വാഹനം നേരെ മരത്തിലിടിക്കുന്നത്. പിന്നീട് നിയന്ത്രണം തെറ്റി വാഹനം തിരിഞ്ഞ്, അതായത് ചിറ്റൂർ പാതയാണിത്, ചിറ്റൂരിൽ നിന്ന് വരുന്ന വാഹനം അതേ പാതയിൽ തന്നെ അതേ ദിശയിലേക്ക് തന്നെ തിരിഞ്ഞാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അത്രയും ഭീകരമായ ഒരു അവസ്ഥ, അത്രയും ഭയാനകരമായ ഒരു അവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അപകടത്തിൽ പെട്ടതാണ്. എന്തായാലും അവരുടെ മൊഴിപ്രകാരം തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ ഈ ഒരു കാട്ടുപന്നി കുറുകെ ചാടിയത് എന്ന് മനസ്സിലാക്കുന്നത്. എസ്കേൻ ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും
പാലക്കാട് അപകടത്തിൽ 3 പേർ മരിച്ചു എന്നുള്ള വാർത്ത. മറ്റു 3 പേർക്ക്, ഈ വാഹനത്തിൽ സഞ്ചരിച്ച മറ്റു 3 പേർക്ക് അപകടമുണ്ടായി. അവർ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കും ഒരല്പം കഴിഞ്ഞ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.